ധർമ്മസ്ഥല കൂട്ടക്കൊല വെളിപ്പെടുത്തൽ കൂട്ടക്കുഴിമാട കേസിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അതായത് മിനിങ്ങാന്ന് വരെ ഈ 13 പോയിന്റുകൾ അവർ മാർക്ക് ചെയ്യുന്നു. ആദ്യത്തെ 1-2 പോയിന്റുകളിൽ തിരച്ചിലൊക്കെ നടത്തുന്നു. അത് വലിയ ആഴത്തിലുള്ള 10-11 അടിയൊക്കെ താഴ്ച ആഴത്തിൽ കുഴിയൊക്കെ എടുത്ത് നോക്കി, പക്ഷെ ഒന്നും കണ്ടെത്താനൊന്നും കഴിഞ്ഞില്ല. ഇന്നലെ 6ാമത്തെ പോയിന്റിൽ നടത്തിയ തിരച്ചിലിലാണ് ഒരു ശരീരഭാഗം, ഒരു അസ്ഥികൂടത്തിന്റെ ഭാഗം കണ്ടെത്തിയത്. അങ്ങനെ പരിശോധനകൾ ഇനിയും കൂടുതൽ വേഗത്തിലാക്കാനാണ് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന്റെ തീരുമാനം. 7ാമത്തെ പോയിന്റിലാണ് ഇന്നത്തെ തിരച്ചിൽ. പെൺകുട്ടികളെ കാണാനില്ല എന്ന പരാതിയുമായി കൂടുതൽ പേർ കൂടി ഇവിടെ രംഗത്തേക്ക് വരുന്നു എന്നുള്ളതാണ് മറ്റൊരു കാര്യം. കണ്ടെത്തിയ അസ്ഥിഭാഗങ്ങളുടെ ഫോറൻസിക് പരിശോധനയും ഇന്നിപ്പോൾ നടക്കുന്നുണ്ട്. നേത്രാവതി പുഴയോരത്തെ കാട്ടിൽ വർഷങ്ങളായി സംസ്കാരങ്ങൾ നടക്കാറുണ്ടെന്നാണ് ധർമ്മസ്ഥല മുൻ പഞ്ചായത്ത് പ്രസിഡന്റായ കേശവ ഗൌഡ കൂടി പറഞ്ഞിരിക്കുന്നത്. നദിയിൽ ഒഴുകി വരുന്ന മൃതദേഹങ്ങളും തിരിച്ചറിയാത്ത മൃതദേഹങ്ങളും 1985 മുതൽ ഈ കാട്ടിലാണ് സംസ്കരിക്കാറുള്ളത്. ഇക്കാര്യങ്ങളെല്ലാം അറിയാവുന്നയാളാണ് ഇപ്പോൾ സാക്ഷിയായി രംഗത്ത് വന്നിരിക്കുന്നത് എന്നും ധർമ്മസ്ഥല ക്ഷേത്രത്തിനെതിരായ നീക്കമാണെന്നും പുതിയ വെളിപ്പെടുത്തലിന് പിന്നിലെന്ന് ഗൌഡ ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. He knows that this place. He knows this place because he was working here only at that river area only. He was working. We well known for that, and he knows that some bodies were buried there, and it was if it is dug, it will be found there. Everything he knows. He knows the history of this place. Hence, they captured him, and now they are directing him to say something and acting upon their direction. Blackmails I can't say. Blackmails I can't say because that persons were doing that blackmail job also prior to that. They we found some activities, but this person under the threat I can't say or blackmailing I can't say. But he knows something. But he was assured by something. യെസ്, PK സരീഷ് ഉണ്ട് നമുക്കൊപ്പം ധർമ്മസ്ഥലയിൽ നിന്ന്. സരീഷ്, ഗുഡ് മോർണിംഗ്. ഇപ്പോൾ 2 കാര്യങ്ങളാണ് സരീഷ്. ഒന്നാമത്തെ ഈ തിരച്ചിലുമായി ബന്ധപ്പെട്ട് ഇന്ന് 7ാമത്തെ പോയിന്റിലുള്ള തിരച്ചിൽ. ഇന്നലെ തന്നെ ഈ 6ാമത്തെ പോയിന്റിൽ നിന്ന് ശരീരാവശിഷ്ടങ്ങളൊക്കെ അസ്ഥികൂടത്തിന്റെ ഭാഗങ്ങളൊക്കെ കിട്ടിയിരുന്നു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ പറഞ്ഞപോലെ 6 മുതൽ 13 വരെയുള്ള പോയിന്റുകൾ വളരെ നിർണായകമാണെങ്കിൽ ഇന്നും ഒരുപക്ഷെ ഈ തിരച്ചിലൊക്കെ ഈ പറഞ്ഞ പോലെ ഈ ശരീരാവശിഷ്ടങ്ങൾ, ഈ അസ്ഥികൂട അവശിഷ്ടങ്ങൾ കിട്ടാനുള്ള സാധ്യതയുണ്ട്. അപ്പം തിരച്ചിലുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ വേണം. രണ്ടാമത്തേത് ഈ വിസിൽ ബ്ലോവർ വെളിപ്പെടുത്തലിൽ വന്നിരിക്കുന്ന ഇപ്പോൾ നമ്മൾ ഈ കേട്ട ഗൌഡയുടെ പ്രതികരണമാണ്. ഇപ്പോൾ ഈ സാക്ഷി പറഞ്ഞത് 100ഓളം മൃതദേഹങ്ങൾ കുഴിച്ചിട്ടുണ്ട്, തനിക്ക് അറിയാവുന്നതാണ് എന്ന് 90 മുതലുള്ള കാര്യങ്ങൾ ഇദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പോയിന്റ് ചെയ്ത സ്ഥലങ്ങളിലാണ് ഈ പരിശോധന നടക്കുന്നതും. പക്ഷേ ഗൌഡ പറയുന്ന അനുസരിച്ച് ഈ മൃതദേഹങ്ങൾ അവിടെ ഈ പുഴയിലൂടെ ഒഴുകി വരുന്ന മൃതദേഹങ്ങൾ അടക്കം കുഴിച്ചിരുന്ന സ്ഥലമാണ് അത്, മറവ് ചെയ്ത സ്ഥലമാണത്. അത് ഇപ്പോഴത്തെ ഈ സാക്ഷിക്കും അറിയാവുന്നതാണ് എന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ ഈ കാര്യങ്ങൾ കൂടുതൽ സങ്കീർണതയിലേക്ക് കൂടി പോവുകയല്ലേ സരീഷ്? സേതു, ഗുഡ് മോർണിംഗ്. ധർമ്മസ്ഥലയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും നിർണായകമായ ദിവസങ്ങളിലേക്ക് കടക്കുകയാണ് കാര്യങ്ങൾ. കാരണം സാക്ഷി ഇപ്പോഴും ആവർത്തിച്ച് പറയുന്നത് ഇനി അങ്ങോട്ട്, അതായത് 7 മുതൽ 13 വരെയുള്ള പോയിന്റുകൾ അത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് എന്നുള്ളതാണ്. കാരണം ആദ്യഘട്ടത്തിൽ പരിശോധിച്ചതെല്ലാം പുഴയുടെ സമീപത്തുള്ള സ്ഥലങ്ങളായിരുന്നു. അത് കഴിഞ്ഞ പ്രളയത്തിൽ മണ്ണെടുത്തു പോകാനും അവിടെ നിന്ന് മൃതദേഹ അവശിഷ്ടങ്ങളോ ഒക്കെ നഷ്ടപ്പെട്ടു പോകാനുള്ള സാധ്യതയുണ്ട് എന്ന് സാക്ഷി തന്നെ പറയുന്നുണ്ട്. പക്ഷേ ഇനിയുള്ള ഭാഗങ്ങൾ പുഴയോട് ചേർന്ന് മലയ്ക്ക് മുകളിലാണ്. അതോടൊപ്പം തന്നെ സംസ്ഥാന പാതയ്ക്ക് സമീപത്തുമാണ്. ഇവിടെ കഴിഞ്ഞ പ്രളയത്തിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രീതിയിലോ മണ്ണെടുക്കുകയോ അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിൽ നാശനഷ്ടങ്ങൾ സംഭവിക്കുകയോ ചെയ്യാത്ത സ്ഥലങ്ങളാണ്. അതുകൊണ്ട് തന്നെ 7 മുതൽ 13 വരെയുള്ള ഭാഗങ്ങളിൽ നിന്ന് നിർബന്ധമായും അസ്ഥികൂടങ്ങൾ ലഭിക്കും എന്നുള്ളത് തന്നെയാണ് പറയുന്നത്. പ്രത്യേകിച്ച് 7ാം സ്പോട്ട്, ഇന്ന് പരിശോധന നടത്താൻ പോകുന്ന 7ാം സ്പോട്ടിൽ 8 മൃതദേഹങ്ങൾ കുഴിച്ചിട്ടിട്ടുണ്ട് എന്നുള്ളതാണ് സാക്ഷി ആവർത്തിച്ച് പറയുന്ന ഒരു കാര്യം. അതുകൊണ്ട് തന്നെ ഇന്നലെ 6-ൽ, അതായത് അസ്ഥികൂടങ്ങൾ 15 അസ്ഥിഭാഗങ്ങൾ കണ്ടെത്തിയ സ്ഥലത്ത് രാവിലെ മുതൽ വൈകിട്ട് വരെ വിശദമായ പരിശോധനയായിരുന്നു ഫോറൻസിക്കും അതോടൊപ്പം തന്നെ SITയും നടത്തിയത്. ഇന്നും സമാനമായ പരിശോധന നടക്കാൻ തന്നെയാണ് സാധ്യത. 7ാം പോയിന്റിൽ നിന്നും ആദ്യഘട്ടത്തിൽ തന്നെ എന്തെങ്കിലും ലഭിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ എത്രത്തോളം ആഴത്തിൽ കുഴിക്കണം എന്ന് SITയോ അല്ലെങ്കിൽ ഈ സാക്ഷിയോ നിർദ്ദേശിക്കുന്നു, അതിനനുസരിച്ച് തന്നെ കുഴിച്ചുള്ള പരിശോധന നടത്തും എന്നുള്ളത് തന്നെയാണ്. അതിനുശേഷം മാത്രമായിരിക്കും, അതായത് സാക്ഷി ഇനി ഇവിടെ നിന്നും ഒന്നും ലഭിക്കാൻ സാധ്യതയില്ല എന്ന് പറഞ്ഞതിന് ശേഷം മാത്രമായിരിക്കും അടുത്ത പോയിന്റിലേക്ക് കടക്കുക. അതുകൊണ്ട് തന്നെ ഇനിയുള്ള ഓരോ പോയിന്റുകളും സമയമെടുത്തുള്ള പരിശോധന നടക്കും എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ മൃതദേഹ അവശിഷ്ടങ്ങൾ ലഭിക്കും എന്ന് സാക്ഷിയും അതോടൊപ്പം തന്നെ ഇവിടെ ചില സംഘടനകൾ ഉണ്ടായിരുന്നു ഇതുമായി ബന്ധപ്പെട്ട്, അതായത് ഈ ആളുകളെ കാണാതായതുമായി ബന്ധപ്പെട്ട് ചില ആക്ഷൻ കമ്മിറ്റികളൊക്കെ രൂപീകരിച്ചിരുന്നു. ആ ആക്ഷൻ കമ്മിറ്റിയൊക്കെ പറയുന്നത് തന്നെ ഇനിയുള്ള ഭാഗങ്ങളിൽ കൂടുതൽ മൃതദേഹങ്ങൾ ലഭിക്കാൻ സാധ്യതയുണ്ട് എന്നാണ്.
അതിനിടയിലാണ് ഈ പഞ്ചായത്തും, അതായത് ധർമ്മസ്ഥല പഞ്ചായത്തും മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ ഇത്തരത്തിൽ നിരവധി മൃതദേഹങ്ങൾ ഈ കാട്ടിൽ തന്നെ കുഴിച്ചു മൂടിയിട്ടുണ്ട് എന്ന അവകാശവാദവുമായി രംഗത്ത് വരുന്നത്. അതിൽ ഏറ്റവും പ്രധാനമായി അവർ പറയുന്നത് 1985 മുതൽ ഈ കാട്ടിലാണ് മൃതദേഹങ്ങൾ സംസ്കരിക്കാറ് എന്നുള്ളതാണ്. ഇത് ഒരു തീർത്ഥാടന കേന്ദ്രമാണ്. പലപ്പോഴും ഇവിടെ ആളുകൾ എത്തുകയും ഇവിടെ സമാധിയാവുകയും ചെയ്യാറുണ്ട്. അതോടൊപ്പം തന്നെ പലരും ഒഴുക്കിൽപ്പെട്ട് മരിച്ചൊരു സാഹചര്യമുണ്ട്. അങ്ങനെയുള്ള മൃതദേഹങ്ങളെല്ലാം തന്നെ, അതായത് ബന്ധുക്കളോ മറ്റാരെങ്കിലോ തിരിച്ചറിയുകയോ അല്ലെങ്കിൽ അവകാശവാദങ്ങൾ ഉന്നയിക്കുകയോ ചെയ്യാത്ത മൃതദേഹങ്ങളുണ്ടെങ്കിൽ അത് ഈ കാട്ടിൽ തന്നെയാണ് സംസ്കരിക്കാറ്. കാരണം ആദ്യഘട്ടത്തിൽ അല്ലെങ്കിൽ 1985 മുതൽ ഇങ്ങോട്ടേക്ക് ഇവിടെ പൊതുശ്മശാനമോ മറ്റ് റവന്യൂ ഭൂമിയോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ കൃത്യമായി പോലീസിനെ അറിയിക്കുകയും പോലീസ് എത്തി അത് അൺനാച്ചുറൽ ഡെത്ത് ആണോ അല്ലെങ്കിൽ ആളില്ലാത്ത മൃതദേഹമാണ് എന്ന് സാക്ഷ്യപ്പെടുത്തിയതിന് ശേഷം മാത്രം, എല്ലാം റെക്കോർഡിക്കലാണ്, ആ സാക്ഷ്യപ്പെടുത്തിയതിന് ശേഷം മാത്രം പോലീസിൻ്റെ നിർദ്ദേശപ്രകാരമാണ് പ്രാദേശികമായുള്ള ആളുകൾ ഇവിടെ മൃതദേഹങ്ങൾ സംസ്കരിച്ചിരുന്നത് എന്നുള്ളതാണ് മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് തന്നെ നേരിട്ട് പറയുന്നത്. അതെല്ലാം അല്ലെങ്കിൽ അതിനെല്ലാം സാക്ഷിയായ ഒരാളാണ് ഇപ്പോൾ ഈ താൻ മൃതദേഹങ്ങൾ സംസ്കരിച്ചിട്ടുണ്ട് എന്ന അവകാശവാദവുമായി രംഗത്ത് വന്നിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്ന സ്ഥലങ്ങളിൽ നിന്ന് മൃതദേഹങ്ങൾ ലഭിച്ചേക്കാം. പക്ഷേ അതൊരിക്കൽ പോലും ഈ പീഡനത്തിനിരയായി കൊല്ലപ്പെട്ടവരുടേതല്ല എന്ന അവകാശവാദത്തിൽ ഈ പഞ്ചായത്ത് മുറിച്ചു നിൽക്കുകയാണ്. ഇന്നലെ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഉൾപ്പെടെ, നിലവിലെ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ അവിടെ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്നില്ലെങ്കിൽ പോലും അവരൊരു വാർത്താക്കുറിപ്പ് ഇറക്കിയിരുന്നു. ആ വാർത്താക്കുറിപ്പിലും പറയുന്നത് ഇത് കലാകാലങ്ങളായി ഈ കാട്ടിലാണ്, അതായത് ഇത് റവന്യൂ ഭൂമിയല്ല, ഫോറസ്റ്റിൻ്റെ ഭൂമിയാണെങ്കിൽ പോലും മറ്റ് സ്ഥലങ്ങളില്ലാത്തതിനാൽ, അതായത് റവന്യൂ ഭൂമിയോ മറ്റ് സ്ഥലങ്ങളോ ഇല്ലാത്തതിനാൽ ഇവിടെ തന്നെ മൃതദേഹങ്ങൾ സംസ്കരിച്ചിട്ടുണ്ട്. അത് പോലീസിൻ്റെ അറിവോടെയാണ്. പോലീസിൻ്റെ റെക്കോർഡിൽ എല്ലാം കൃത്യമായി പറയുന്നുണ്ട് എത്ര മൃതദേഹങ്ങൾ ഏതൊക്കെ കാലഘട്ടത്തിൽ ഈ കാട്ടിനുള്ളിൽ സംസ്കരിച്ചിട്ടുണ്ട് എന്ന് കൃത്യമായി പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ SIT ടീമിന് അത് പരിശോധിക്കാവുന്നതാണ്. ഈ പറയുന്ന സ്ഥലത്തും മൃതദേഹങ്ങൾ സംസ്കരിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായും ഈ സാക്ഷി പറഞ്ഞ കാര്യങ്ങളിലേക്ക് എത്തുമ്പോൾ ഒരു സംശയത്തിൻ്റെ നിഴൽ കൂടി വരികയാണ്. എന്തായാലും അന്വേഷണ സംഘം ആ കാര്യങ്ങൾ കൂടി പരിശോധിക്കുന്നുണ്ട്. പോലീസിനോട് ഇതുവരെയുള്ള, അതായത് കഴിഞ്ഞ 20 വർഷത്തിനുള്ളിൽ ഈ മേഖലയിൽ നടന്ന അൺനാച്ചുറൽ ഡെത്തുകൾ, അതോടൊപ്പം തന്നെ മിസ്സിംഗ് കേസുകൾ ഉൾപ്പെടെയുള്ള അവയുടെ റെക്കോർഡുകൾ ഈ SITക്ക് മുന്നിൽ ഹാജരാക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കൂടുതൽ പരാതികൾ, അതായത് ഈ 20 വർഷത്തിനുള്ളിൽ സംസ്ഥാനത്ത് എവിടെയെങ്കിലും പെൺകുട്ടികൾ കാണാതാവുകയോ പെൺകുട്ടികൾ ഈ പീഡനത്തിനിരയായി കൊല്ലപ്പെടുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ, അതായത് മിസ്സിംഗ് കേസിന് ശേഷം അൺനാച്ചുറൽ ഡെത്തായി അല്ലെങ്കിൽ പീഡനത്തിനിരയായി മരിച്ചിട്ടുണ്ട് എന്ന കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വിവരങ്ങൾ കൂടി അന്വേഷണ സംഘത്തിന് കൈമാറണം എന്നൊരു നിർദ്ദേശം കൂടിയുണ്ട്. അപ്പോൾ സ്വാഭാവികമായും ഇതൊരു വൈഡ് ഏരിയയിലേക്ക് പോവുകയാണ്. അതോടൊപ്പം തന്നെ ഇന്നലെ ലഭിച്ച 6ാം പോയിന്റിൽ നിന്ന് ലഭിച്ച അല്ലെങ്കിൽ അസ്ഥിഭാഗങ്ങൾ അത് ഒരാളുടേതാവണം എന്നില്ല എന്നുള്ളതാണ് സാക്ഷി ഇപ്പോഴും പറയുന്നത്. കാരണം ഇന്നലെ പറഞ്ഞതുപോലെ 6 മുതൽ 7 പേരുടെ മൃതദേഹങ്ങൾ അതേ സ്ഥലത്ത് സംസ്കരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മുഴുവൻ ശരീരഭാഗങ്ങളും അല്ലെങ്കിൽ അസ്ഥിഭാഗങ്ങളും കൃത്യം വേറെ പരിശോധിക്കണം എന്നുള്ളതാണ് ഇദ്ദേഹത്തിന്റെ ആവശ്യം. അതിനനുസരിച്ച് ഇന്ന് വിശദമായ പരിശോധന കൂട്ടക്കുഴിമാട കേസ് കൂടുതൽ സങ്കീർണതകളിലേക്ക് പോവുകയാണ്. മാത്രമല്ല ഈ കേസിലേക്ക് ഇതിലേക്ക് കൂടുതൽ ഫ്രെയിമുകളും വരികയാണ് എന്നുള്ളതാണ്